നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. 2026 പുതുവർഷ ഫലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുതുവർഷം എന്ന് പറഞ്ഞാൽ 2026 നമ്മൾ രക്ഷപ്പെടുമെന്ന് അറിയണ്ടേ, നന്നാവുമെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പ്രത്യേകിച്ച് പറയാനാണ് നിങ്ങൾക്കറിയാം, കാരണം നമ്മളൊരു കുടുംബത്തെ പോലെ വളരെ നിങ്ങളുടെ പ്രോത്സാഹനം, ലൈക്ക്, സബ്സ്ക്രിപ്ഷനോടുകൂടി നമ്മളെ നന്നായിട്ട് ഒരു കുടുംബത്തിലെ പോലെ കാണുന്നു. ആ കാഴ്ചപ്പാട്, സ്നേഹവും എന്നും എനിക്ക് നിങ്ങളോടുണ്ടാവും. കാരണം എൻ്റെ പ്രാർത്ഥനയിലെന്നും ഞാൻ പ്രധാനമായിട്ട് എൻ്റെ ഗുരുനാഥനായ ശ്രീകൃഷ്ണ പരമാത്മാവിനോട്, ആ പരബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും പ്രാർത്ഥിക്കുന്നത്, കാരണം ഞാൻ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഈ ജന്മത്തിൽ എല്ലാ സർവ്വചരാചരങ്ങളെയും കാത്തുരക്ഷിച്ച് ഒടുവിൽ ഈ സാധുവിനെ കൂടി പരിഗണിക്കണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ജ്യോതിഷ കേരളയിലെ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് ആ പ്രാർത്ഥന ഉണ്ടാവും. നമ്മൾ ഇന്ന് ഈ 2026 പുതുവർഷം ഫലം പറയുമ്പോൾ നമുക്കറിയാം, ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പോരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം ചേരുന്ന ധനുക്കൂറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കണ്ടകശനി ഉണ്ട്. അത് പക്ഷേ വലിയ കടുത്ത രീതിയിൽ ബാധിക്കില്ല. കാരണം 4-ൽ നിൽക്കുന്നതുകൊണ്ട് ശനി നമ്മളെ ബാധിക്കുന്ന കുടുംബകാര്യങ്ങളിലായിരിക്കും. പൊതുവേ നമ്മളെ ഈ മറ്റ് കാര്യങ്ങൾ, ബിസിനസ്സിലോ നമ്മുടെ മറ്റ് എന്താ പറയുക, സാമൂഹികമായിട്ടുള്ള ഇടപാടുകളും വലിയ ദോഷം ചെയ്യത്തില്ല ഇപ്പോൾ. പിന്നെ മറ്റൊന്ന്, നിവൃത്തി സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന സമയമാണ്. അതും വളരെ അനുഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2026 ആദ്യ പകുതി നിങ്ങൾക്ക് നല്ലതാണ്. ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ വരെ നല്ലതാണ്. സെപ്റ്റംബർ 2-ാം തീയതി വ്യാഴം മാറുന്നത് നല്ലതല്ല. കാരണം സെപ്റ്റംബർ 2-ാം തീയതി വ്യാഴം മാറുന്നത് അഷ്ടമത്തിലേക്കാണ്, 8-ലേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞുള്ള ഒരു 6 മാസം നമുക്ക് ജീവിതത്തിൽ ധനം, സന്താനം, അതുപോലെ നമ്മളെ ദൈവാധീനം, ഇതിനെല്ലാം വളരെ മങ്ങലും പിന്നെ മന്ദതയും അനിഷ്ടങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളിൽ കുറവും വരും. അനുഷ്ഠാനം പറയാൻ കാരണം, നന്നായിട്ട് ജപിച്ച് ഈശ്വരാധീനത്തോടെ അമ്പലത്തിൽ പോയി വരുന്നവർക്കൊക്കെ ആ സമയമാകുമ്പം നമുക്ക് ജപിക്കാനും അമ്പലത്തിൽ പോകാനും തോന്നില്ല. ഈശ്വര കാര്യങ്ങളോട് ഒരു വിമുഖത തോന്നും. ഇനി നമ്മൾ ഈ വർഷത്തെ സെപ്റ്റംബർ വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കുടുംബപരമായ കാര്യങ്ങളായിരുന്നാലും ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായിട്ടായിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ചുകൂടി ക്ഷമയും നയവും പാലിക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്തൊക്കെ ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. അതേസമയം ധനപരമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരികയും ധനവും ഐശ്വര്യവും വരാനുള്ള യോഗമുള്ള സമയമാണ്. കടങ്ങളൊക്കെ തീർന്ന് അല്ലെങ്കിൽ പുതിയ ധനപ്രാപ്തിക്കുള്ള വഴികൾ ഓപ്പണായി വരും. അതെല്ലാം ഈ സെപ്റ്റംബറിനകത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളണം. ബിസിനസ്സിലാണെങ്കിൽ ശരി, ഈ സെപ്റ്റംബറിന് മുമ്പ് നിങ്ങൾക്ക് പുതിയ പാർട്ട്നേഴ്സ് ആകാം, ഡെവലപ്മെൻ്റ് ആവാം, പുതിയ പദ്ധതികളാവാം. സെപ്റ്റംബർ കഴിഞ്ഞാൽ പറ്റില്ല. അത് എപ്പോഴും മനസ്സിൽ വയ്ക്കണം. മറ്റൊന്ന്, നിങ്ങൾ കല്യാണം നടക്കാത്തവർക്ക് കല്യാണത്തിനും അതുപോലെ തന്നെ ഉപരിപഠനത്തിനും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പരീക്ഷകൾ എഴുതാനും വിദേശ യോഗത്തിന് ശ്രമിക്കാനും ഒക്കെ സമയം നല്ലതാണ്. അതായത് മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും സമയം നല്ലതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സെപ്റ്റംബറിന് മുമ്പ്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നവർ, അകന്നിരുന്നവർ വീണ്ടും അടുത്ത് വരും. അതുപോലെ തന്നെ പ്രണയം സാഫല്യത്തിലെത്തും. നമുക്ക് നല്ല വിവാഹം, നല്ല ജോലി, ഇതൊക്കെ വരാൻ യോഗമുള്ള സമയമാണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാര്യലാഭത്തിന് കഴിയുന്ന സമയമാണ്. അപ്പോൾ കാര്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മളെ സമയം കൊണ്ട് നമുക്ക് ഭാഗ്യം വരും, അല്ലെങ്കിൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ, കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ പറ്റില്ല. എപ്പോഴും താൻ പാതി ദൈവം പാതി എന്നാണ്. നമുക്കതിനുള്ള അവസരങ്ങളും അനുകൂല സാഹചര്യവുമാണ് ജ്യോതിഷം കൊണ്ടുതരുന്നത്. അതിലേക്ക് എത്തിക്കുന്നത് നമ്മളെ മിടുക്കാണ്. അതായത് ഒരാളിന് ജാതകാൽ IAS കാരനാവാൻ യോഗം ഉണ്ടെന്ന് വിചാരിക്കുക. ആ വ്യക്തി ആപ്ലിക്കേഷൻ അയക്കില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ല, IAS കാരനാണെന്ന് വെച്ചാൽ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും അവൻ കൊണ്ടുതരുന്നിട്ടുണ്ട് ഈ സെപ്റ്റംബറിനകത്ത്. അത് ഉപയോഗപ്പെടുത്തുന്നതും ഉപയോഗപ്പെടുത്താതിരിക്കുന്നതും നിങ്ങളെ മിടുക്കാണ്. അപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് ഭഗവാൻ തരും. ഇനി അടുത്തത്, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറേ ശ്രദ്ധിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠിത്തത്തിൽ മന്ദതയും അലസതയും വരും.
അതുപോലെ തന്നെ ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നാലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അപ്രതീക്ഷിത തടസ്സങ്ങളും സ്ഥാനചലനവും മേലധികാരികളിൽ നിന്ന് താക്കീതും ഒക്കെ വരാം. സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിദേശത്തേക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ വരാം. അതുപോലെ തന്നെ പഠനത്തിൽ തടസ്സം വരാം, വിദേശ യോഗത്തിന് ഉപരിപഠനത്തിൽ ശ്രമിച്ചാൽ തടസ്സം വരാം. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഈ പഠനത്തിൻ്റെ പറയാൻ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഇപ്പോൾ ജനുവരി അല്ലേ, ഇനിയിപ്പോൾ 2-3 മാസത്തേക്ക് നമ്മൾ എല്ലാ കുട്ടികളും എൻട്രൻസ് എഴുതാനും പുതിയ പഠനങ്ങൾക്കൊക്കെ വളരെ ഉഷാറായിട്ട് തയ്യാറെടുക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം സെപ്റ്റംബറിന് മുമ്പേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വർഷം നിങ്ങൾ എൻട്രൻസ് വിജയിച്ച് മുന്നോട്ട് പോകണോ, അതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാധീനം വർദ്ധിപ്പിക്കുകയും വാഗീശ്വരി മന്ത്രം, അതുപോലെ തന്നെ ദേവിയുടെ വളരെ വിശിഷ്ടമായ ലിപി സരസ്വതി മന്ത്രമോ യന്ത്രമോ ധരിക്കുക. അതുപോലെ തന്നെ വാഗീശ്വരി മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ വിശ്വരൂപ മന്ത്രം ജപിക്കുക. ഇങ്ങനെ സരസ്വതി പ്രീതി, നീല സരസ്വതി മന്ത്രം ജപിക്കുക. ഇങ്ങനെ സരസ്വതി പ്രീതി വരുത്തി വാഗ്ദേവതയായ മഹാ വാക്കിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും അനുഗ്രഹ കലയുടെ ശ്രേഷ്ഠതയായ സരസ്വതി പ്രീതി മൂകാംബിക അമ്മയെ അനുഗ്രഹം തേടി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ഇനി മറ്റൊന്ന്, നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ പലതരം തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യത്തെ 9 മാസം, 9 മാസം എന്ന് പറയാൻ പറ്റില്ല, 8 മാസം. കാരണം 9ാമത്തെ മാസം ആകുമ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് 8 മാസം, ഈ ഓഗസ്റ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ, അകന്നിരുന്ന ബന്ധുക്കൾ അടുക്കും, സോഷ്യൽ മീഡിയ വഴിയൊക്കെ പുതിയ സൗഹൃദങ്ങൾ വരും, പുതിയ സഹായികൾ വരും, ഒരുപാട് സപ്പോർട്ടേഴ്സ് വരും. കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, കലാകാരാണെങ്കിൽ, സീരിയൽ സിനിമ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അതുപോലെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉയർന്നു വരാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സപ്പോർട്ടേഴ്സും പുതിയ നിങ്ങളുടെ അനുയായികളും ഉണ്ടായി വരും. പക്ഷേ സെപ്റ്റംബർ മുതൽ പിന്നെ 6 മാസം ഇവരെ വളരെ ശ്രദ്ധിക്കണം, പുതുതായിട്ട് വന്നവരെ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആഗസ്റ്റ് വരെ നിങ്ങൾ ഇതെല്ലാം നല്ലതായിരിക്കും. അത് കഴിയുമ്പോൾ ഇവരിൽ പലരിൽ നിന്നും നിങ്ങൾക്ക് അവർ പോലും അറിയാതെ അവർ നല്ലതിന് വേണ്ടി ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അനിഷ്ടമായിട്ടൊക്കെ മാറാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു വഴികാട്ടിയാണ്. അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ്. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾ നന്നായിരിക്കാൻ വേണ്ടി ഉപദേശിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്ന ടീച്ചറാണ്. അപ്പം നിങ്ങൾ പോകുന്ന വഴികളിലെ അനിഷ്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ ദൈവാധീനം വർദ്ധിപ്പിച്ച്, ആ ദൈവാധീനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ വിളങ്ങുന്നത് യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും ആയിട്ടാണ്. അങ്ങനെ യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും കൊണ്ട് ജീവിതം വിജയിപ്പിക്കുന്നവരാണ് മിടുക്കർ. അല്ലാതെ 1 ലക്ഷം രൂപ കൊടുത്ത് പൂജ ചെയ്ത് മന്ത്രവാദം ചെയ്താൽ എൻ്റെ കഷ്ടത മാറുമെന്ന് പ്രതീക്ഷിക്കുന്നവർ മന്ദബുദ്ധികളാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ദൈവാധീനം നിങ്ങൾ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും കൊണ്ടേ വിജയിക്കുകയുള്ളൂ. ഞാൻ എടുത്തു പറയാൻ കാരണം, ജാതകാൽ അനിഷ്ടങ്ങൾ വരുന്നതിന് നമ്മൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിന് മുന്നോട്ട് പോകണം, അതിന് പ്രിക്കോഷൻ എടുക്കണം. എന്തൊക്കെ ചെയ്യും? സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഇനി നിങ്ങൾക്ക് അഷ്ടമത്തിലേക്ക് പോയ 1 വർഷം, അതായത് ഈ വരുന്ന സെപ്റ്റംബർ മുതൽ പിന്നെ ഏകദേശം 1 വർഷം ധനപരമായി കടം വരാം, ക്ലേശങ്ങൾ വരാം, ധനനഷ്ടം വരാം, ധനം കൈകാര്യം ചെയ്യുന്നതിൽ പലവിധ പാളിച്ച വരാം, ധനകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ വരാം, മേലധികാരികളുടെ താക്കീത് വരാം. എന്ത് ചെയ്യും നമ്മളെപ്പോഴും? അവിടെയെല്ലാം നമ്മുടെ സമയം നന്നല്ല എന്നൊരു ബോധം എപ്പോഴും ഉണ്ടാവണം. യുക്തിയും ബുദ്ധിയും വേണം. നമ്മൾ വളരെ കോഷ്യസ് ആവണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ. അതുപോലെ തന്നെ ധനം ചെലവഴിക്കുന്നത് അമിതമായി ചെലവഴിക്കരുത്. ലുപ്തിച്ച് വരവും ചിലവും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. കടം വരുത്തരുത്. മറ്റൊന്ന്, തീർത്ഥയാത്രകൾ വേണം, ആത്മീയമായിട്ടുള്ള ചിന്തകൾ വേണം, പ്രാർത്ഥനയും ജപവും മെഡിറ്റേഷനും ഒക്കെ വേണം. എങ്കിലേ വിജയിക്കുകയുള്ളൂ. ദൈവം ഒരിക്കലും വന്ന് നമ്മളെക്കൊണ്ട് കൈപിടിച്ച് ഒരു ദൈവവും ചെയ്യില്ല. നമുക്കതിനുള്ള അവസരങ്ങൾ തരികയും നമ്മളെ ശുദ്ധീകരിക്കുന്ന ക്രിയയാണ് ജ്യോതിഷവും ഈശ്വര ആത്മീയ ശാസ്ത്രങ്ങളും. അതെപ്പോഴും ബോധം വേണം. ഇനി ഇതെല്ലാം നമ്മുടെ ഈ വർഷത്തിലുള്ള ചാരവശാലുള്ള ഫലമാണെങ്കിൽ ഇനി നിങ്ങളുടെ ജാതകാലം എങ്ങനെ ഇരിക്കണം എന്നുകൂടെ നോക്കണം. ഇപ്പോൾ ഈ സെപ്റ്റംബർ വരെ സമയം കൊള്ളാം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ജാതകാലയുടെ സമയം നല്ലതാണെന്ന് നോക്കണം. ലൈഫ് ലോങ് നിങ്ങൾ ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം വ്യാഴവും ബുധനുമാണ് ലൈഫ് ലോങ് നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ,
നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടത്. വ്യാഴവും ബുധനും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ യോഗകാരകൻ എന്ന് പറഞ്ഞാൽ ആദിത്യനാണ്. അപ്പോൾ ആദിത്യപ്രീതി വരുത്തണം. അപ്പോൾ ശിവൻ, ഗുരുവായൂരപ്പൻ, ശ്രീപത്മനാഭസ്വാമി, അതുപോലുള്ള വിഷ്ണു പ്രീതി, അതുപോലെ തന്നെ നമ്മൾ ബുധൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെയൊക്കെ പ്രീതി വരുത്തുക. ഏത് ജാതിയും മതമായാലും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. അപ്പോൾ ദൈവാധീനം വരും. മറ്റൊന്ന്, ജാതകത്തിൽ ഇപ്പോഴത്തെ ദശ അപഹാരം എന്ന് നോക്കണം. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും ശുക്രദശയിൽ ബുധൻ്റെയും ശനിയുടെയും അപഹാരങ്ങളും അതുപോലെ തന്നെ തിരികെയും വരുന്നത് നല്ലതല്ല. അതായത് ബുധൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരം, അതുകൊണ്ട് ശനിയുടെ ദശയിൽ ശുക്ര അപഹാരമൊന്നും വരുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. അത് മാരകത്വമുണ്ട്. ആ സമയത്ത് വളരെ അപ്രതീക്ഷിതമായ കഷ്ടതകൾ വരാം. അപ്പം ജാതകാൽ ദശാപഹാരങ്ങൾ നോക്കിക്കൊള്ളണം. എന്നിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൂടെ ചെയ്തോളണം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ, ബുധൻ, ശനി ഈ 3 ദശകളും ഗുണമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദശകളാണോ എങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ചിട്ടയിലും നിങ്ങളുടെ ജീവിതചര്യകളിലുള്ള ചിട്ടകളിലും മാറ്റം വരുത്തി മുന്നോട്ട് പോകണം. എങ്കിലേ വിജയിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ ചാരവശമുള്ള ഫലം മാത്രമല്ല പരിഗണിക്കേണ്ടത്. മഞ്ഞ, പുഷ്യരാഗം, മാണിക്യം ഇതുപോലുള്ള രത്നങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായുള്ള സപ്പോർട്ട് തരും. അതുപോലെ ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങൾ നിങ്ങൾക്ക് പുതിയ അപേക്ഷ അയക്കാനും ഭാഗ്യദായകമായ എല്ലാ കാര്യങ്ങൾക്കും ഭാഗ്യദായകമാണ് ആ ദിവസങ്ങൾ. അതുപോലെ തന്നെ മഞ്ഞ, ചുവപ്പ് നിറം ഉള്ള വസ്ത്രങ്ങളോ അത്തരം വസ്തുക്കളോ, ആ നിറം നിങ്ങൾക്ക് ഭാഗ്യനിറം ആയതുകൊണ്ട് മഞ്ഞയും ചുവപ്പും ഉള്ള എന്തെങ്കിലും വസ്തുക്കൾ എപ്പോഴും കയ്യിൽ കരുതുന്നതൊക്കെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കർക്കിടകക്കൂറുകാരായ പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്ന് ആത്മാർത്ഥമായ ബിസിനസ് പാർട്ണർഷിപ്പ്, ലൈഫ് പാർട്ണർഷിപ്പ്, ആത്മാർത്ഥ സൗഹൃദങ്ങൾ, രഹസ്യ ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകളൊന്നും പാടില്ല. അതായത് സൗഹൃദമാവാം, ആത്മാർത്ഥത കൂടരുത്, രഹസ്യങ്ങൾ ഇവരോട് വിട്ട് പറയരുത്. കാരണം വേറൊന്നുമല്ല, ഈ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. അതായത് ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കത്തില്ലെന്നർത്ഥം. അത് അവരുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കൂറിൻ്റെ പ്രതികൂലമായ കൂറാണ്, അഷ്ടമരാശി കൂറാണ് ഈ കർക്കിടകക്കൂറ്. അപ്പോൾ കർക്കിടകക്കൂറുകാരെ എപ്പോഴും വളരെ ജാഗ്രതയോടെ നിർത്താവൂ. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ ഒരാൾ വരികയാണെങ്കിൽ ആ ആൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളാണെന്ന് നോക്കണം. എങ്കിൽ ആ ആളുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യരുത്, മറ്റെന്തെങ്കിലും നോക്കുക. കാരണം ധനം വരില്ല, ധനത്തിൽ ബ്ലോക്ക് വരും. ലീഗൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അതിലൂടെ ലീഗൽ പ്രശ്നങ്ങൾ വരെ ആ ആളിനെ മാറ്റി നിർത്തുക. ആ ആളിനെ മറ്റേതെങ്കിലും സെക്ഷനിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ലീഗൽ സൈഡും അഡ്മിനിസ്ട്രേഷൻ സൈഡെന്ന് പറയും, അതും അതുപോലെ തന്നെ ഫിനാൻസും ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ സൂക്ഷ്മതയും കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകളെ വിജയിക്കുള്ളൂ. കാരണം ഈ ബിസിനസ് ജ്യോതിഷത്തിൽ ഉള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പരാജയം വരാതെ സൂക്ഷിക്കുക. ഈ വർഷം നിങ്ങൾക്ക് ആദ്യ പകുതി വളരെ നല്ലതും അത് കഴിഞ്ഞ് അത്ര നല്ലതല്ല എന്നൊരു ബോധം എപ്പോഴും ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കൺസൾട്ടിങ്ങിനുമൊക്കെ ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി, വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. മറ്റൊന്ന്, എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് തരുന്ന സബ്സ്ക്രിപ്ഷൻ ലൈക്കിനും നമ്മളൊരു കുടുംബമായിട്ട് പോകുന്നതുകൊണ്ട് എന്ന് എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ എന്നും അതിന് നിങ്ങളോട് നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. ഭഗവാന്റെ ആ പരബ്രഹ്മത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾക്ക് എന്നും നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നന്നായി വരും.